കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിലെ 7-ാം ദിവസമായ ഇന്ന് ധ്യാനചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 38 വരെയുള്ള വേദവാക്യങ്ങളാണ്. അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ 1-ാമത്തെ ശനിയാഴ്ചയിൽ പ്രത്യേകമായി ഇന്ന് നമ്മൾ 2 പിതാക്കന്മാരെയും ഓർക്കുന്നു. വിശുദ്ധ മോർ അപ്രേം, അതോടൊപ്പം വിശുദ്ധനായ മോർ തേവോദോറോസ് സഹദായെയും. അവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി രക്തസാക്ഷി മരണം പ്രാപിച്ച 2 പിതാക്കന്മാരെയും ഈ വലിയ നോമ്പിൽ നമ്മൾ ഓർക്കുമ്പോൾ ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ച് അത് വരും തലമുറയ്ക്ക് പകരുവാനും പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന അവസരം കൂടിയാണ്. ഈ വേദഭാഗത്ത് പ്രധാനമായിട്ടും 2 ചിന്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട്, ആരെയാണ് ഭയപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം. നമ്മുടെ കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന വേളയിലാണ് ഈ ചിന്ത കടന്നു വരുന്നത്. ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന് കർത്താവ് അവരെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി അയക്കുകയാണ്. ദേഹത്തെ കൊല്ലുന്നവനെയല്ല, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ ശിക്ഷാവിധിക്ക് അയക്കുന്നവനെയാണ് പേടിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് കൊടുക്കുകയാണ്. ഈ ലോകപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കാലടികളിൽ പിന്തുടരുവാൻ, ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്ത് ദൈവത്തിലേക്ക് തിരിയുവാനും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കാലടികളിൽ പിന്തുടരുവാൻ നമുക്ക് സാധ്യമാകണം എന്നും പ്രത്യേകമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ച് ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച 2 പിതാക്കന്മാരാണല്ലോ വിശുദ്ധനായ മോർ അപ്രേമും വിശുദ്ധനായ മോർ തേവോദോറോസ് സഹദായും. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മോർ അപ്രേം അനുഗ്രഹീതനായ ഒരു സന്യാസിയും പൂർണ്ണ ശമാശനുമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. എല്ലാ ക്രൈസ്തവ സഭകളും പാരമ്പര്യമായിട്ട് ഒരുപോലെ ആദരിക്കുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പാട്ടുകളും ചിന്തകളും ധ്യാനങ്ങളുമൊക്കെ ഇന്നും അനുഗ്രഹീതമായി നിലനിൽക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ മോർ തേവോദോറോസ് സഹദായും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മതപീഡയ്ക്കായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് രക്തസാക്ഷിത്വം ഭരിച്ചുവെന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഈ 2 പിതാക്കന്മാരുടെ ജീവിതത്തെയും ഇന്നത്തെ നമ്മുടെ നോമ്പിൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി ജീവിച്ച് ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട 2 പേരാണ്. നമ്മുടെ ജീവിതവും ദൈവഹിതപ്രകാരമാകുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് അനുഗ്രഹീതമായ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധ്യമാകണം. സങ്കീർത്തനത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ദൈവത്തെ ഭയപ്പെട്ട് മനുഷ്യനെ ശങ്കിച്ച് ജീവിക്കണം എന്നുള്ളത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഭയപ്പെടുത്തലുകളല്ല, മറിച്ച് ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് അവനെ ഭയപ്പെട്ട് നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് സകലവും കാണുന്നത് എന്നുള്ള ബോധ്യത്തിൽ തെറ്റുകളിലൂടെയല്ല നന്മകളിലൂടെ വളരുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാമതായിട്ട്, ദൈവത്തേക്കാൾ അധികം യാതൊന്നിനെയും നിങ്ങൾ സ്നേഹിക്കരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് അടിസ്ഥാനം. സൃഷ്ടി, സ്ഥിതി, പുനരുദ്ധാനം എന്നീ 3 കാര്യങ്ങൾ ദൈവഹിതപ്രകാരമാണ്, ദൈവമാണ് അത് നിർണയിക്കുന്നത് എന്നും വിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധ സഭാ പാരമ്പര്യവും ചരിത്രവും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് 3-ലും ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നും പ്രധാനമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവം നല്ല സൃഷ്ടിയായി ജീവിക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ നിലനിർത്തുന്ന ദൈവം എപ്പോഴും ദൈവത്തിൽ തന്നെ നാം നിലനിൽക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു. സംഹാരത്തിനായിട്ട് കടന്നു വരുമ്പോൾ
ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കരുണകൾക്കും പാത്രീഭൂതരായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. ശനിയാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയുടെ രഹസ്യ പ്രാർത്ഥനയിൽ പാമ്പാക്കുട നമസ്കാരത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: പാപി അനുതപിച്ച് ജീവിക്കുന്നതിലല്ലാതെ അവന്റെ മരണത്തിൽ ഇഷ്ടപ്പെടാത്തവനായ ദൈവമേ എന്ന്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് നമ്മെ കഴുകി വെടിപ്പാക്കുവാൻ പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന കുമ്പസാരവും അനുതാപപൂർണമായ ജീവിതവുമൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മരിക്കാതെ ദൈവത്തിൻ്റെ കരുണകൾക്കും കൃപകൾക്കും അർഹരായി ഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൊല്ലാതെ അനുതാപപൂർണമായ ഒരു അവസരം ഈ നോമ്പ് കാലഘട്ടത്ത് നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. നമ്മുടെ നോമ്പ് ദൈവത്തെ ശരണമാക്കുമ്പോഴാണ്, ദൈവഹിതപ്രകാരം നമ്മൾ ഒരുങ്ങുമ്പോഴാണ് ദൈവത്തിൽ തന്നെ നിലനിൽക്കുവാൻ, ദൈവത്തെക്കാൾ അധികം യാതൊന്നിനെയും സ്നേഹിക്കാതെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും ദൈവത്തോട് ചേർന്നുള്ള ജീവിതവും കൂടുതൽ നമ്മെ ദൈവോന്മുഖരായി വളർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നീതിമാനായ ഇയ്യോബിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ, ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തിൽ നിന്ന് മറുതലിക്കാതെ ജീവിക്കുവാനുള്ള ജീവിതത്തെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാകണം പരിശുദ്ധമായ ഈ വലിയ നോമ്പ് എന്നുള്ളത്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. പരിശുദ്ധ അപ്രേം തെവോദോറസ് പിതാക്കന്മാരുടെ ഓർമ്മ നമുക്ക് മധ്യസ്ഥതയും കാവലും കോട്ടയുമായിരിക്കട്ടെ. അവരുടെ ജീവിതത്തെ നോക്കി പഠിക്കുവാനും ധ്യാനിക്കുവാനും അവരെ പോലെ ദൈവോന്മുഖരായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.